അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇതാണ്ട് നമ്മുടെ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും അതിന് തയ്യാറെടുത്തിരിക്കുക. അവിടെ നമ്മളെ ഗിഫ്റ്റുകളൊക്കെ കൊണ്ട് ഇങ്ങനെ അടുക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. എൻ്റെ എല്ലാ ഗിഫ്റ്റും നമ്മളിവിടെ കൊണ്ടൊന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? വീട് ഗബ്രൂസേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പം ഗിഫ്റ്റ് പൊട്ടിക്കാനായിട്ട് പോവുകയാണ്. മതി മാറി നിൽക്കേ. വേണ്ട. അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ താണ്ട ഗിഫ്റ്റ് ഒക്കെ പൊട്ടിക്കാനായിട്ട് പോവാണ്. താണ്ട ഗിഫ്റ്റ് ഞങ്ങളൊരു കുടുംബമായിട്ട് എല്ലാരും കൂടി ഇരുന്നിട്ട് ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറെ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ അതെങ്കിൽ കുറച്ച് പേരെ വിളിച്ചുള്ളൂ. അതുകൊണ്ട് അതുപോലെ നമുക്ക് ഒരുപാട് പേര് ഓൺലൈനായിട്ട് ഗിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം അയച്ചു തന്നില്ല. അപ്പം ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടി. ആ ഗിഫ്റ്റ് നമ്മൾ പൊട്ടിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. ഗബ്രൂസേ അറിയത്തില്ല, അവൻ കളിച്ചോണ്ട് നടക്കുക. അവൻ ഇപ്പൊ മിക്കവാറും ബലൂണൊക്കെ കുത്തി പൊട്ടിക്കും. അപ്പം ഏത് ഗിഫ്റ്റ് ആദ്യം പൊട്ടിക്കുന്നത്? ഏത് വേണമെങ്കിലും എടുക്കാം. ആദ്യം അതെടുക്കാം. ഷെമീൻ ആഫിയും കൊണ്ട് തന്നെ എടുക്കാം. ഇതില് ആരൊക്കെ ഞങ്ങക്ക് ഗിഫ്റ്റ് തന്നെ ഇപ്പം മറന്നുപോയി, അന്നേരം ഓർമ്മയുണ്ടായിരുന്നു. അതെന്തോ ബൊമ്മയാന്ന് കണ്ടിട്ട് തോന്നുന്നു. ചെടിയാണ്. ചെടിയാ. ഓ പാണ്ടയാ. എനിക്ക് തോന്നിയായിരുന്നു, കാരണം പെമ്പിള്ളാർക്കല്ലേ മറ്റേ ഇതൊക്കെ വരുന്നത്. അപ്പൊ അല്ല, ബിനോയ് ചേട്ടനെ കൂടെ ഓർത്തിട്ടായിരിക്കും എന്റെ ഇതാണ്. സിബൊക്കെ ഒന്ന് തുറന്നു നോക്ക്. അത് കാണുമ്പോ ഞങ്ങൾ സമ്മാനമല്ലാകത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് കാണിക്കും. ഞങ്ങൾ കാണാനുള്ള ആകാംക്ഷയിൽ ഇനി അവരെ കാണിക്കോ. എനിക്കുള്ളത് ഗബ്രൂട്ടാ ഇത് നോക്കടാ. അതിന് വെയിറ്റ് ഉണ്ട് കേട്ടാ. ഇത് നോക്കടാ. ഇത് കമ്പിട്ടൊരു കുത്ത് അവര് തന്നെ കൊണ്ടുവന്നേ. അത് ഇതവരല്ല, ഭീമയാന്ന് തോന്നില്ല. ഇത് നമ്മുടെ ഭീമ കൊണ്ടുവന്നെയാണെന്ന് തോന്നുന്നു. ഇത് ഷെമിയാന്ന് തോന്നുന്നു. അതെ ചോട്ടി അത് മാറ്റി വെക്കോ. അതെ പിന്നെ വാ വെച്ചോ. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള നമ്മുടെ കൂടപ്പുറപ്പ് കൊണ്ടുവന്ന. ഓ അപ്പാ വിളിക്കുന്നപ്പാ. എന്താ വലിയൊരു ഗബ്രു അടുത്തത് കണ്ടടാ. ഗബ്രു പൂമണ്ടി അത് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നശിക്കും. നമ്മള് രണ്ട് ടയർ വേറെ. എന്നാലും അവന് പൂമണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതാണ്ട പൂമണ്ടി എന്റെ പോയിട്ടാ. ജീപ്പ് ഓടിച്ചു. ഇനി അവരുടെ ഇത് അവരുടെ തന്നെ സബൂറത്താടെ ഗിഫ്റ്റ്. അവൻ ജീപ്പ് കൊണ്ട് പോയി കേട്ടാ. നമ്മളത് ഇവര് നമുക്ക് ഗിഫ്റ്റ് തന്നായിരുന്നേ. അത് നമുക്ക് തുറന്നു നോക്കണം. അത് ലാസ്റ്റ് തുറന്നു നോക്കാം. പണിയൊന്നും ഇല്ല. ഇവനായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റും. അതും കാറാന്ന് തോന്നുന്നു. പണി കൊടുക്കാൻ പോലീസ് അടി ഒറ്റ നേരത്തിനുള്ളിൽ എറിഞ്ഞ് രണ്ടുപേർ. കാണിച്ചു അവിടെ വെച്ചാണ്. അയ്യോ അത് അവർക്ക് കാണാൻ പറ്റത്തില്ല. ഡോറൊക്കെ തനിയെ തുറന്നു വരുന്നു. അത് കറങ്ങും നോക്ക്. റൊട്ടേറ്റ് കാണിക്കാ എന്താ നിക്കറിടിക്കും. നിലത്തിട്ട് നശിപ്പിക്കല്ലേ. ശരിയാക്കി തരാം. താഴെ തന്നെ ഡോർ അടയുന്നുണ്ടല്ലേ. പക്ഷെ അത് കാണുന്നില്ല. ചേട്ടാ
അത് കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ ഞാൻ അങ്ങനെ കാണിച്ചു, അവരെ കാണിച്ചു കൊടുത്ത്. എന്താ അതിൽ താനേ പോണ എന്താ ഇതെന്താ കാണാൻ പറ്റുന്ന DJ ഒക്കെ ഉണ്ട്. താഴെ ഇപ്പൊ നോക്ക്. DJ ഉള്ള പോലീസ് ജീപ്പാ. ഇപ്പൊ കൊണ്ടുവരാവേ. മൊയ്തീന് ബാനർ ചെറിയല്ലേ? പയ്യെ താഴെ വെക്ക്. താഴെ വെക്കും മോനെ, താഴെ വെക്ക്. അതങ്ങനെ ഓട്ടിക്കാൻ പറ്റില്ല. അയ്യോ എന്തോ ഡോറൊക്കെ പിടിച്ച് അടയ്ക്കുന്നത്. ഇതാണ്ട് അടുത്തത്. ഇത് ഷെമി കൊണ്ടെത്തുന്നു. ഇത് നമ്മുടെ ആശീഷ് എടുത്തത്. ഡോറൊക്കെ ഇപ്പൊ രണ്ട് നശിപ്പിക്കും കേട്ടോ. അടയുന്നില്ലെങ്കിൽ ഞാൻ അടയ്ക്കുന്നൊക്കെ. രണ്ട് കയ്യിലും രണ്ട് വണ്ടി. അവിടെ വെക്ക്, നിലത്ത് വെക്ക് പൊന്നെ. റെഡ് ഡ്രസ് അല്ലേ? അതിന്റെ കാര്യം ഇപ്പൊ തീരുമാനമാവും. അതിപ്പോ തീരുമാനമാക്കും. ഞങ്ങൾ ഇവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇവനെ അങ്ങനെ ചോയ്സ് ഒന്നും അധികം വാങ്ങിക്കാറില്ല. അടിപൊളി കണ്ടു കണ്ടു. ഇത് കേക്കിനകത്തൊരു മുക്കിയായിരുന്നു. ഡ്രസ്സാ, ബനിയന, ടീഷർട്ടും പാന്റും. ടീഷർട്ട് പാന്റാന്നോ? അല്ല പാന്റില്ല, നിക്കറ. നല്ല കളറല്ലേ? ലൈറ്റ് കളറ്. കൊള്ളാം കേട്ടോ. ഇപ്പൊ പാവോ അത് ഇല്ലേ? എനിക്ക് വന്ന് മിഥുൻ ചേട്ടനൊക്കെ തന്നാന്ന് തോന്നുന്നു. ആണോ? ആന്ന് തോന്നുന്നു. ആര്? മിഥുൻ ചേട്ടൻ ആണോ? തന്നാന്ന് തോന്നുന്നു. ഇത് അമ്മയുടെ അച്ഛൻ്റെയാ. അപ്പൊ മിഥുനൊക്കെ തന്നെയായിരിക്കും മിക്കാറ്. ആയിരിക്കും തോന്നുന്നു കേട്ടോ, മറന്നുപോയി ഇപ്പം. ഗിഫ്റ്റ് വീഡിയോ കാണുമ്പോ എന്തായാലും വിളിച്ച് പറയാം ആരാ തന്നെയുള്ളത്. അല്ലെങ്കിൽ കമന്റ് എങ്കിലും രണ്ട് കയ്യിലും ഓരോ വണ്ടി. നാളെ രാവിലെ ആവുമ്പത്തേനും വണ്ടി വെക്കേ. അതൊക്കെ അത് കൈ എടുത്തോ, അത് ഡോർ തുറക്കുമ്പോ കൈ എടുത്തോ, തനിയെ റോഡ്. ഞാനന്ന് ട്രയൽ ഫോട്ടോ എടുത്തത് അടുത്തോട്ട് കാണിച്ചു കൊടുക്ക്. അവരെ ഒന്ന് കാണിച്ചു കൊടുക്ക്. നമ്മുടെ ഗബ്രൂട്ടന്റെ ട്രയൽ ഫോട്ടോ എടുത്തപ്പോ ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തായിരുന്നു. അത് കൊള്ളാല്ലേ? ഇത് അന്ന് ഞങ്ങള് വാങ്ങിച്ചോണ്ട് വന്നതിന്റെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയായിരുന്നു. അത് ഇനി മറ്റേ അവിടത്തെ ഇവരാന്ന് തോന്നുന്നു, ഒരേ കവറിലെ മറ്റേ ഐശ്വര്യ, ഐശ്വര്യയും മറ്റേ ഇത്തായും കൊണ്ട്. ഐശ്വര്യ ഇത്തായും. അത് പറഞ്ഞായിരുന്നു, ഡ്രസ്സാണ് പക്ഷെ കുറച്ച് വലുതായി കഴിയുമ്പോ ഇടാൻ. ഇത് ഇടണമെങ്കിൽ ഞങ്ങള് 3 വർഷം കൂടി. അത് കുഴപ്പമില്ല, തയ്യലറിയല്ല. തയ്ക്കുന്നത് പക്ഷെ വലുത് എടുത്തേന്ന് പറഞ്ഞു. ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോ അല്ലേ? 5 വയസ്സൊക്കെ ആകുമ്പോ ഇടാം. കഴിഞ്ഞ കൊല്ലം അങ്ങനെ കിട്ടിയിട്ട് ഇരിപ്പുണ്ട്. ഓ ഇനി അടുത്ത് നോക്കാം. അതും ഡ്രസ്സാണ്. അതും ഏകദേശം മറ്റേ അത് പൊട്ടിക്കണ്ട. അതും ഇത്തിരി വലുതാ. 5 വയസ്സാവും ഇടാൻ. അടുത്തത് എടുക്കാം. എന്താണ് എല്ലാരും ഉറക്കം തൂങ്ങിയാണ്? അതെല്ലാം ലാഗ് അടിക്കുന്നവർക്ക് സൈലന്റ് ആയിട്ടിരിക്കും. ഞാനിപ്പോ ഉറങ്ങും കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും. പണ്ടാ അത് കുഴപ്പമില്ല. സിതാര കൊണ്ടുവന്ന് എന്തോ അറിയാവുന്നവർ കമന്റ് ഇടൂ. അല്ലെങ്കിൽ വിളിക്കും. ചേട്ടന്റെ അവിടെ നിന്ന് രണ്ടുപേര് തന്നായിരുന്നോ?
ആ മോളും ഭരണിക്കാവാ. അല്ല മറ്റേ ചേച്ചിയുടെ അത് തൈക്കൂട്ടത്തിലാ. അതിതാ അത് ആ കടയുടെ പേര് നമ്മുടെ ഇവിടെ. മിക്കവാറും ഇതിനായിരിക്കും. ആ ഇതാരുടെയാ? ഇത് മറ്റേ രഞ്ജിനി ചേച്ചിയുടെ അടുത്ത്. അതാ എല്ലാം അവരെ variety കടയുടെ കളറുണ്ടാ. ഫ്രണ്ടി വന്നിട്ടാ വിളിച്ചെന്ന് പറഞ്ഞോണ്ട് ഓർത്തി. കൊള്ളല്ലേ. അത് കുഴപ്പമില്ല, ഇത്തിരി വണ്ണക്കൂടല് വേണം. ഡ്രസ്സിനൊരു ക്ഷാമമില്ല. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ആയിരുന്നു. കഴിഞ്ഞ പോലെ ഇതിനേക്കാളും ഡ്രസ്സുകൾ നമുക്ക് ഓൺലൈനിൽ അയച്ചും തന്നായിരുന്നു. ട്രൗസർ കുറച്ച് വലുതാൻ വിടാനുള്ള ഡ്രസ് അല്ലേ? ഇന്ന് മൊത്തം ഇതായിരിക്കും സൗണ്ട് ഉറങ്ങുന്നോടെ വരെ. ഇനി നമുക്ക് ഇവരുടെ ഗിഫ്റ്റ് നോക്കാം. ബോംബാണ് ഇത്. ബൈക്ക് അയ്യോ, മൈക്ക്. Sorry. എന്നാ അതിലൊരു ടൈം ബോംബ്. അത് പൊട്ടിക്കുമ്പോൾ നമ്മള് കുറച്ച് മുൻകരുതലൊക്കെ എടുത്ത് വേണം പൊട്ടിക്കാൻ. അതും ഡ്രസ് അങ്ങനെയൊന്നും ഇല്ല. ഉണ്ട്, അത് ഡ്രസ്സാ. ലുട്ടാപ്പി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലല്ല, പണി വെക്കണമെങ്കിൽ ഡോറ ചേച്ചിക്ക് ഉറക്കം വന്നിട്ട് മുഖം ഇരിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഉറക്കമല്ല, എനിക്ക് വേദനയാണ്. എനിക്ക് വേദന എടുത്തിട്ട് നിൽക്കാൻ വയ്യ. എന്തൊരു പേപ്പർ, പരീക്ഷ എഴുതാം. 4 സൈസ് പേപ്പറൊക്കെ വെച്ചിരിക്കുന്നു. ഒന്നും പറയണ്ട, മനസ്സിലായി. പരീക്ഷ എഴുതാം. അത് നല്ല കളർ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇത്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴല്ലേ ഇടാൻ പറ്റൂ. ഇത് വലിയ കൂടി കഴിയണം. ഓ 2 വയസ്സിന്റെ ആ പച്ച മാത്രം ഇപ്പൊ പാകമുണ്ടല്ലേ അല്ലേ? ഓ 3, 18 അല്ലെങ്കിൽ 20 സൈസ്. ഇതെത്രയാ? 22. ആ കവറിൽ തന്നെ വെക്കണേ. ആ ഷോർട്സ് അത് കറക്റ്റ് ആവോ ചേട്ടാ? ഓ അപ്പം ഇത്രയൊക്കെയാണ് ജപ്പൂട്ടന് കിട്ടിയ ഗിഫ്റ്റുകള്. പിന്നെ 2 ക്യാഷ് പ്രൈസ് കിട്ടി. അങ്ങനെ ഇത്രയും ഗിഫ്റ്റാണ് ഇന്ന് നമ്മുടെ ഗബ്രൂട്ടന് വേണ്ടിയിട്ട് എല്ലാവരും തന്നത്. വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട്, വന്നവർക്കും സഹകരിച്ചവർക്കും കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട്. പിന്നെ അത് കൂടാതെ ഒരുപാട് പേര് വിഷസ് അയച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പേയിൽ ചിലരൊക്കെ നമുക്ക് പൈസ ഇട്ട് നമുക്ക് ഗബ്രൂട്ടന് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് തന്നവരുണ്ട്, കയ്യിൽ കൊണ്ട് തന്നവരുണ്ട്. അങ്ങനെ കുറെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഇനിയും ഗബ്രൂട്ടനെയും ഞങ്ങളെല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഗബ്രൂട്ടന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.